ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുഡ് ചാർട്ടിനെ പറ്റിയാണ്. അതായത് ഞാൻ ഒരു ദിവസം കഴിക്കുന്ന ഫുഡിൻ്റെ എന്തൊക്കെ കഴിക്കുന്നു ഉള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിക്കുന്നത്. അത് രാവിലെ എണീറ്റ് ഞാൻ ഒരു ഗ്ലാസ് ചൂട് വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ അത് ഹെൽത്തിന് വളരെ നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാൻ പണ്ടുതൊട്ടേ അങ്ങനെയാണ് കഴിക്കുന്നത്. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിക്കാൻ നല്ലൊരു ഉന്മേഷമൊക്കെ ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് കോവിലിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ നെല്ല് പായസം കിട്ടിയായിരുന്നു. നല്ല ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ എള്ളും തേങ്ങയും ശർക്കരയും എല്ലാം കൂടി ചേർത്ത് അവിടെ നിന്ന് എന്നെ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു പായസക്കൂട്ടാണ്. എള്ള് പായസം എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അത് കുറച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും എള്ള് പായസം വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ആഴ്ച ഒരു ദിവസം എള്ള് പായസത്തിന് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു 9-9:30 ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോയി. അപ്പോൾ ഞാൻ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 3 ഇഡ്ഡലിയും ചമ്മന്തിക്കറിയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് രാവിലത്തെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനൊരു 2.5 ഇഡ്ഡലിയൊക്കെ കഴിച്ചോളൂ. അതിന് ശേഷം ഒരു ആപ്പിൾ ഇരുന്നു. അപ്പോൾ ആപ്പിൾ മക്കൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഞാനും ഒരു 1-2-3 പീസ് കഴിച്ചായിരുന്നു. പിന്നീട് കുട്ടികൾ പറഞ്ഞു കുറച്ച് ചിപ്സൊക്കെ വേണം, സ്നാക്സൊക്കെ ഇരുന്നവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കൊടുത്തപ്പോൾ ഞാനും അധികം കുറച്ച് കഴിച്ചായിരുന്നു. പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചാണ്. ഉച്ചയ്ക്കുള്ള ലഞ്ച് എന്ന് പറഞ്ഞാൽ പയർ തോരൻ, കൊഴുവ മീൻ പൊരിച്ചത്, മാങ്ങ അച്ചാർ, ചോറ്. പിന്നെ വാങ്ങിയ മീനെന്ന് പറയുന്നത് ചൂര മീനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ചൂര മീനും ഈ പയർ തോരനും കൊഴുവ മീനും എല്ലാം കൂടി കുഴച്ച് കഴിയാൻ നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. നല്ലൊരു ടേസ്റ്റാണ്. എനിക്കിപ്പോൾ പറയുമ്പോഴും എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ നാവിൽ വന്നിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള കറികളായിരുന്നു ഇതൊക്കെ. പിന്നെ അതിന് ശേഷം ഞാൻ ഒരു പാളയംകുടം പഴം എടുത്ത് കഴിച്ചായിരുന്നു. അപ്പോൾ അത് ഫുഡൊക്കെ പെട്ടെന്ന് ദഹിക്കുന്നതിനും വയറിന് തണുപ്പ് കിട്ടുന്നതിനൊക്കെ ഈ പാളയംകുടം പഴം കഴിക്കുന്നത് നല്ലതാണ് ഗൈസ്. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും അവിൽ കുഴച്ചതും ഒരു കട്ടൻ ചായയും കൂടി കഴിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ അവിലൊക്കെ കുഴച്ച് കൊടുക്കുന്ന മക്കൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാനും കഴിച്ചു അക്കൂട്ടത്തിൽ. ഇങ്ങനെ അവിലൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് അടുത്ത വീട്ടിലെ ചേച്ചി കുറച്ച് പാൽപ്പായസമായിട്ട് വന്നത്. അവർ കോവിലെന്തോ വഴിപാട് കൊടുത്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ പായസം നല്ല അടിപൊളി പായസമായിരുന്നു. അപ്പോൾ അതും ഒരു ഗ്ലാസ് കുടിച്ചായിരുന്നു. അപ്പോഴത്തേക്കും മണി ഏകദേശം ഒരു 7 രാത്രി 7-8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 ദോശ ഒരു ബുൾസായിട്ട് കഴിച്ചായിരുന്നു. അപ്പോൾ ചമ്മന്തിയാണ് കറിയായിട്ട് ഉപയോഗിച്ച്. അപ്പോൾ ദോശയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. അപ്പോൾ ദോശയെല്ലാം പെട്ടെന്ന് കഴിച്ചു. പിന്നെ ഞാനൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ഒരു പാളയംകുടം പഴമായിട്ട് കഴിച്ചു. അപ്പോൾ വയറിനൊക്കെ നല്ല തണുപ്പ് നല്ലതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണ്, ലൈക്ക് ചെയ്യുക. എനിക്ക് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കണ്ടു, ഓരോരുത്തർ കഴിക്കുന്ന ഫുഡിൻ്റെ വീഡിയോസും എല്ലാം. അപ്പോൾ എനിക്കും അതൊന്ന് ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്തതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, കമൻറ്റ്സൊക്കെ അറിയിക്കുക. എൻ്റെ സുജാസ് വേൾഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. ഓക്കെ, താങ്ക് യു.